പപ്പിലേലില്ല നമ്മുടെ ഫ്രണ്ട്സിനോട് ബായി പറഞ്ഞ് പഞ്ചോട്ടം ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെന്നൈയിലില്ല എൻ്റെ ഏച്ചീൻ്റെ അടുത്തേക്ക് പോയെന്ന് അടിയിൽ എൻ്റെ 2 കുട്ടി മരുമക്കൾസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സുബിയാണ് നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ ഈ പാക്കറ്റ് എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടില്ലേ, എൻ്റെ ഏച്ചിക്ക് കൊള്ളി ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ മേടിച്ചാണ്. അപ്പോൾ ഞാൻ വൈകാണ്ട് തന്നെ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറി. ട്രെയിൻ ഭയങ്കര കാലിയായിരുന്നു. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് ട്രെയിനിൽ ആരുമില്ല. ആദ്യമായിട്ട് ഇത്രയും ആളില്ലാത്തൊരു ട്രെയിൻ കാണുന്നത്. അപ്പോൾ ആ ട്രെയിൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സൈഡിലൊരു ഫാമിലി വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലൊരു ഫാമിലിയാണ് ചെന്നൈയിലുള്ള. അവർ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിലേക്ക് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയത് തന്നെ അവർ സീറ്റ് കളി തുടങ്ങി. എല്ലാവരും ഫോൺ നോക്കിയിരിക്കുന്ന ഈ കാലത്ത് ഇവർ സീറ്റ് കളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് കുറച്ച് കുട്ടീസിനെയും കിട്ടിയിട്ടുണ്ട്. അവരെപ്പോഴും ഞാൻ കുറച്ച് വൈബ് എടുത്തു. പിന്നെ ട്രെയിൻ ഫുഡ് ഞാൻ പൊതുവേ പ്രിഫർ ചെയ്യില്ലെങ്കിൽ കിട്ടിയതിൽ കഴിക്കാൻ പറ്റി വെച്ചിട്ട് ഈ ട്രെയിൻ ഫുഡും കഴിച്ചിട്ട് ബായിനോട് രാവിലെ ഉറങ്ങിപ്പോയിട്ടുണ്ട് വിളിക്കണമെന്നും പറഞ്ഞ് നമ്മൾ മെയിൻ ആയതായ ഹെഡ്സെറ്റും കുത്തിയിട്ട് ഞാൻ കിടന്നു. പിറ്റേ ദിവസം ഞാൻ കണ്ണു തുറക്കുമ്പോൾ തന്നെ പെരമ്പൂർ എത്താനായിട്ടുണ്ട്. അപ്പോൾ പെരമ്പൂർ എത്തിയിട്ട് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം മഴയെല്ലാം ഉണ്ട്. എന്തായാലും ആ മഴയത്ത് നേരെ അപ്പുറത്തിലെ ഹോട്ടലിൽ പോയിട്ട് നല്ല ചൂട് ഇഡ്ഡലിയും വടയും കഴിച്ചു. ഇനി പെരമ്പൂരിൽ നിന്നൊരു ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടായത്. രാവിലെ ഒരു പാട്ടെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ പോയി. രാവിലെ തന്നെ ആയിട്ട് ചെന്നൈ സ്റ്റേഷനിൽ എന്താ തിരക്ക് നോക്കി. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് MGR ചെന്നൈ സെൻട്രൽ. പല സിനിമയിലും പല വീഡിയോസിലായിട്ട് നിങ്ങൾ ഈ ഫ്രെയിം എന്തായാലും കണ്ടിട്ടുണ്ടാവും. സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു A1 ബസ് എടുത്ത് നമ്മൾ തിരുവാൻമയൂരേക്ക് പോയി. ആടുന്ന ഒരു ബസ് വീണ്ടും നമുക്ക് മാറിക്കയറാനുണ്ട്. ഈ ചെന്നൈ സിറ്റിന്റെ വിഷ്വലെല്ലാം ആസ്വദിച്ച് തിരുവാൻമയൂർ ഇറങ്ങി ആടത്തെ പോണ്ടിച്ചേരിയിലേക്ക് ബസ് മാറിക്കയറി. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഫേമസ് ഈസ്റ്റ് കോസ്റ്റ് റോഡ്. അങ്ങനെ ECR വെച്ച് പിടിച്ച് പോകുമ്പോൾ നമ്മൾ ബസ്സിന് 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുള്ളത്. ഹൈദരാബാദിലുള്ള 2 ചെക്കന്മാരാണ് ഇത്. അവർ ചെന്നൈ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായത്. പക്ഷെ അവരിപ്പോൾ നേരെ പോകുന്നുണ്ടായത് പോണ്ടിച്ചേരിയിലേക്കാണ്. അങ്ങനെ അണുപുരത്ത് ബസ് ഇറങ്ങിയിട്ട് ഞാൻ കുറച്ചൊന്ന് പോസ്റ്റ് കിട്ടിയിരുന്നു. അപ്പൊക്കെയാണ് നമ്മൾ അളിയൻ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാനും അളിയനും കാറിൽ നേരെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോകുമ്പോൾ നമ്മുടെ കുട്ടീസെല്ലാം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ അച്ഛനും അമ്മയെല്ലാം നാട്ടിൽ നിന്ന് ഇന്നലെ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടീസിനെയും അച്ഛനെയും അമ്മേനെയും വല്യമ്മേനെയും ചേച്ചീനെയും എല്ലാവരും കണ്ടേരം തന്നെ ഞാൻ ഹാപ്പിയായി. ഞാൻ വരുന്നുണ്ട് പറ്റാന്ന് തോന്നുന്നത്. എനിക്ക് ചെന്നൈ ബിരിയാണിയോട് ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ. ഇവരുടെ നല്ല അടിപൊളി ചെന്നൈ ബിരിയാണിയിൽ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബിരിയാണിയിൽ അടിച്ച് നല്ല സെറ്റ് ആയിരിക്കുമ്പോൾ ഇതാ വരുന്നത് നമ്മുടെ മെയിൻ ആള്. ഇതാണ് എൻ്റെ ചേച്ചീൻ്റെ മൂത്ത മോള് ദേവിടാ. നമുക്ക് ഇങ്ങനെയാണ് അവളെ വിളിക്കല്. ഓള് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 1 മിനിറ്റ് പോലും അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഓക്കെ കണ്ട ഓക്കെ അപ്പോൾ പുറത്തു പോകണം. മുമ്പേ ചെന്നൈയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതന്നെയാണ് എൻ്റെ മെയിൻ പരിപാടി. ഇവളപ്പുറം ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോലെ. ഇങ്ങനെ ഇവളപ്പുറം പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലവ് കൂടുതലെ കാര്യം ഉറപ്പാണ്. ഒന്നിനും ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആടുന്ന് വൈബാക്കുമ്പോൾ തന്നെ അളിയൻ വിളിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ബർത്ത്ഡേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായി. അപ്പം മില്ലിൽ പോയിട്ട് ഈ അരിയെല്ലാം പൊടിച്ചു നമ്മൾ നേരെ പച്ചക്കറി പീടിയെ പോയിട്ട് നാളത്തെ പരിപാടിക്ക് വേണ്ടുന്ന പച്ചക്കറിയെല്ലാം നോക്കി എടുത്തിട്ടുണ്ട്. നാളത്തെ പരിപാടി എന്തായാലും നമുക്ക് ഉഷാറാക്കണം. അടുത്ത ദിവസം സാധനങ്ങളെല്ലാം കളക്ട് ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ എത്തുമ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ടീം അവരെ പരിപാടി നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മെയിൻ ആൾ ഇതെല്ലാം മോനെ ഇതാ ഈ കാണുന്നതാണ് നമ്മളെ മെയിൻ ആള് ഫിറോസിക്ക. തലശ്ശേരിയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മളെ മാസ്റ്റർ ഷെഫ്. ഇവിടെയുള്ള തമിഴ് ഫാമിലീസിനെ ആ ബാക്കിയുള്ള ഗസ്റ്റുകളെയും നമ്മളെ സ്വന്തം തലശ്ശേരി സ്റ്റൈൽ ദം ബിരിയാണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിറോസ്ഖാനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായത്. ഫിറോസ്ക്കൊക്കെ ഒരു കയ്യാളായിട്ട് ഞാനും ഒപ്പരം തന്നെ ഉണ്ടായിരുന്നു എല്ലാ പരിപാടിക്കും. അപ്പോൾ ഈ ചിക്കനെല്ലാം കഴുകി അതിങ്ങനെ മസാലയെല്ലാം തേച്ച് ഇങ്ങനെ പൊരിക്കുന്ന കാണാൻ തന്നെ എന്താ രസം അല്ലേ. പൊരിച്ചു വെച്ച ചിക്കൻ ഇടക്കിടക്ക് തിന്നുന്നത് എൻ്റെ ഒരു ഹോബി തന്നെയാണ് ഉണ്ടായത്. അപ്പുറത്തെ പായസത്തിന്റെ പരിപാടി നടക്കുന്നുണ്ട്. ഇത് നമ്മളെ അച്ഛനുള്ളിയുടെ ഒരേ വർക്കിലാണുള്ളത്. ഇടയ്ക്ക് അപ്പുറത്ത് പോയി നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഡെക്കറേഷൻ്റെ പണി ഏകദേശം തീരാനായിട്ടുണ്ട്. ബിരിയാണീൻ്റെ മസാല റെഡിയാക്കുമ്പോൾ ഇതെൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം. ഇതിൻ്റെ ട്രിക്ക് ആർക്ക് പറഞ്ഞു കൊടുക്കൂലെന്നാണ് ഫിറോസ്ക പറഞ്ഞിട്ടുണ്ടായത്. എന്തായാലും മൂപ്പരൊരു വല്ലാതെ മനുഷ്യൻ തന്നെ. എന്ത് ആൾക്കാരെ കഴിപ്പിച്ചാൽ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ കഴിപ്പിക്കണം എന്നാണ് ഫിറോസ്ഖാന്റെ പോളിസി. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിന്ന് ബിരിയാണീൻ്റെ ദമ്മ് ഇട്ടിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായത്. അങ്ങനെ വീട്ടിലെത്തി ഒന്ന് കുളിച്ച് മാറ്റിയാണ് നമ്മളെ കുട്ടീസിനൊന്നും പറക്കി കാറിലിട്ട് നമ്മൾ നേരെ നമ്മളെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോയിട്ടുണ്ടായി. ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ രണ്ടാളും ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് കാറിലിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് വന്ന റിലേറ്റീവ്സും ബാക്കിയിലെ ഗസ്റ്റുകളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകാണ്ട് തന്നെ നേരെ ബർത്ത്ഡേൻ്റെ ഫംഗ്ഷനിലേക്ക് കയറുന്നു. കേക്ക് മുറി പരിപാടികളിലായിട്ട് രണ്ടാൾക്കും ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഭയങ്കര ത്രിൽഡ് ആയിട്ടാണ് ഉണ്ടായി. പിന്നെ എല്ലാവരും പാന അവരുടെ അടുത്തേക്ക് വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ എടുപ്പും പരിപാടിയും ഗിഫ്റ്റ് കൊടുക്കലും വർത്താനെല്ലാം ആയിരുന്നു. എല്ലാ ഫോട്ടോത്തിലും കയറിയിട്ട് നമ്മുടെ കിങ്ങിന് നടുക്കാൻ നിൽക്കുന്നുണ്ട്. ബർത്ത്ഡേ ഓൾ അല്ലെങ്കിൽ ഓള് മെയിൻ ആവുന്നുണ്ട്. പക്ഷെ നമ്മളെ മെയിൻ പരിപാടി ഫുഡിൻ്റെ ആയതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ പോകുമ്പോൾ നമ്മളെ ഫിറോസൊക്കെ ദമ്മെല്ലാം പൊട്ടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈകാണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇവിടെ വന്ന കൂടുതൽ ആൾക്കാരും തമിഴ് ഫാമിലീസാണ്. അവർ നമ്മളെ തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ട് എന്നാ പറയുന്ന നോക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര ത്രില്ലുണ്ടായത്. നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് തന്നെയാണ് ഫുഡ് കഴിക്കുന്നുണ്ടായത്. നമ്മുടെ സ്റ്റൈല് ബിരിയാണി എന്തായാലും പിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ലായിരിക്കും. ഫിറോസ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സും പറഞ്ഞിട്ട് അന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോയി. ബിരിയാണി അടിപൊളി. നമ്മള് അടുത്ത പരിപാടിക്കായാലും കാണണം തീർച്ചയായും. അങ്ങനെ പിറ്റേ ദിവസം വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അളിയൻ്റെ വണ്ടി എടുത്ത് തമിഴ്നാട്ടിലെ റോട്ടിലെല്ലാം ഒന്ന് കറങ്ങി മാളിലെല്ലാം പോയിട്ട് ഒന്ന് വൈബാക്കിയിട്ട് വന്നേ. അപ്പോൾ ഞാൻ തിരിച്ചെത്തുമ്പോൾ തന്നെ അച്ഛനും അമ്മയും നാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടാണ് ഇറങ്ങുന്നുണ്ടായിരുന്നു. എല്ലാവരും എപ്പോഴും കുറച്ച് ദിവസം നിന്നുകൊണ്ട് അവർക്ക് നാട്ടിൽ പോകാൻ വേണ്ടി ചെറിയ വിഷമമുണ്ട്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ കിങ്ങിനെ സ്കൂളിൽ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ കൂട്ടാൻ പോകണം നോക്കി ഭയങ്കര നിർബന്ധമാണ് ഉണ്ടായിരുന്നു.
അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഓളെ കുറച്ച് തമാശ ഓളെ കുറച്ച് ബഡായെല്ലാം കേട്ട് അങ്ങനെ ഇരുന്നു. നമ്മളെ കുട്ടീസിന്റെ എപ്പോഴും നമ്മൾ കുറച്ച് ടൈം അങ്ങനെ സ്പെൻഡ് ആക്കുമ്പോൾ തന്നെ എനിക്കും പോകാൻ സമയമായിട്ടുണ്ട്. ഈ യാത്രകളുടെ ഹാർഡസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈബെല്ലാം മതിയാക്കി നമ്മളെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോകാന്നുള്ളതാണ്. എന്തായാലും നമുക്ക് പോയല്ലേ പറ്റുന്ന വെച്ച് ഞാൻ അവിടെ ഏച്ചീനോടും പിള്ളേരോടും എല്ലാവരോടും ടാറ്റോറിന് ഇറങ്ങി എൻ്റെ ബസ് പിടിച്ചു. അപ്പോൾ പോകുന്ന വഴിക്കാന്ന് ഭയങ്കര ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു മെട്രോ പിടിച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായത്. അവിടെ നിന്ന് ട്രെയിൻ കണ്ടുപിടിച്ച് അതിൽ കയറി എൻ്റെ സീറ്റ് കണ്ടുപിടിച്ച് അവിടെ കിടന്നു. ഫുഡ് കഴിച്ച് തന്നിട്ടുണ്ടായിനി. അപ്പോൾ അതെല്ലാം കഴിച്ച് ഒരു ഉറക്കുറങ്ങി എനിക്കുമ്പോൾ തന്നെ എറണാകുളത്ത് തീരുണ്ടായിനി. ഒരു മെട്രോ പിടിച്ച് എൻ്റെ യാത്ര ഇടുന്ന തുടങ്ങി. ആ വളപ്പിലിൻ്റെ മുമ്പ് തന്നെ വന്നെത്തി. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം, പാക്കലാം.